ഇത് ഓണം തൂക്കേണ്ട കാര്യം പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല ഗൈസ്. അപ്പോ ബത്ലഹീം കുടുംബ യൂണിറ്റും കണ്ടു. പ്രത്യേകിച്ച് ഇതിലൊരു റിവ്യൂ പറയേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ ട്രെയിലർ റിയാക്ഷൻ നടത്തിയപ്പോഴും അതിന്റെ ഓരോ അപ്ഡേറ്റ്സ് വന്നപ്പോഴും ഒരു പോസ്റ്റർ ഇറങ്ങിയാലും കൂടി നമ്മുടെ ഉള്ളിൽ തോന്നിയിരുന്ന ഒരു കാര്യമുണ്ട്, ആ ഒരു ഫ്രഷ്നെസ്. അതായത് ഗിരീഷ് ഏടി പടത്തുനിന്നൊക്കെ നമുക്ക് പൊതുവേ കിട്ടാറുള്ള ഒരു ഫ്രഷ്നെസ് ഉണ്ടല്ലോ, അതൊക്കെ ഹൈലി മെയിൻറ്റെയിൻഡ് ആയിട്ട്, അതായത് ഒരു ഫ്രഷ് സിനിമകൾ സംവിധാനം ചെയ്യുന്ന ഒരു ഡയറക്ടറും ഒരു ഫ്രഷ് റോള് കൈകാര്യം ചെയ്യുന്ന ഒരു നായകനും, അതായത് നിവിൻ പോളി, ഇവർ രണ്ടുപേരും കൂടി ഒന്നിച്ചെങ്ങനെയിരിക്കും? അതാണ് ബത്ലഹേം കുടുംബ യൂണിറ്റ്. ശരിക്കും ഒരു ഓണത്തിന് ഫാമിലിക്ക് മൊത്തത്തിൽ പോയി കാണാൻ പറ്റുന്ന ആ ഒരു ലെവലിലുള്ളൊരു പീക്ക് പടം. അതായത് നമ്മള് പറയാറില്ലേ, ലാലേട്ടൻ കരഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാരും കരയും, മോഹൻലാൽ കരഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാരെല്ലാരും കരയും എന്നൊക്കെ നമ്മൾ പറയാറില്ല. അതുപോലെയാണ് നിവിൻ പോളി സന്തോഷിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിവിൻ പോളി സന്തോഷത്തിലാണെങ്കിൽ നമ്മളെല്ലാവരും സന്തോഷിക്കും. അതായത് സിനിമയിൽ ആ ലെവലാണ് സിനിമ. മമിത ബൈജു, ഇതൊക്കെ നമ്മൾ ഓൾറെഡി പ്രഡിക്റ്റ് ചെയ്ത സാധനങ്ങൾ തന്നെയാണ് കേട്ടോ, അല്ലാതെ സ്റ്റോറി അല്ല ഞാൻ പറയണത്. പ്രഡിക്റ്റ് ചെയ്ത സംഭവം എന്ന് പറഞ്ഞു വെച്ചാൽ ആ ഒരു ഗിരീഷ് ഏടി പടത്തിലെ മമിത ബൈജു അങ്ങനെ തന്നെ നമ്മൾ പറയണം. നിവിൻ പോളി ആണെങ്കിലും മമിത ബൈജു ഒക്കെ ആണെങ്കിലും ഗിരീഷ് ഏടി പടത്തിലെ നിവിൻ പോളി, ഗിരീഷ് ഏടി പടത്തിലെ മമിത ബൈജു എന്നൊക്കെ തന്നെ നമ്മൾ പറയണം. സംഗീത് പ്രതാപ്, അതൊക്കെ തന്നെ നമ്മൾ പറയണം. എന്ത് ഭംഗിയായിട്ടാണ് അവരെ ഓരോ ഫ്രെയിമും ഓരോ സീനും കാണുമ്പോ ഉണ്ടല്ലോ, അതായത് പണ്ടത്തെ കുറച്ച് നിവിൻ പോളിയുടെ കുറച്ച് കാലം, 1 വർഷം മുമ്പുള്ള കാലമൊക്കെ നമ്മൾ ആലോചിക്കും. ഒരു വലിയൊരു ഡൗൺഫാള് വന്നു, അത് കുറേ കാലം അങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് ഇപ്പോഴാണ്, പ്രത്യേകിച്ച് സർവമായിലൂടെ തിരിച്ചു വന്നു. ഇപ്പതാ വീണ്ടും അടുത്തൊരു സാധനമായിട്ട് വന്നിരിക്കുകയാണ്. ഇത് ഓണം തൂക്കേണ്ട കാര്യം പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. മറ്റേ ഉമ്മാണെ തൂക്കുന്ന പറഞ്ഞിട്ടുള്ള ഖലീഫയല്ല നമ്മുടെ നിവിൻ പോളിനെ ഇപ്രാവശ്യം എനിക്ക് തോന്നുന്നു 3rd ടൈമാ തോന്നുന്നു നിവിൻ പോളിയും പൃഥ്വിരാജും ഒന്നിച്ചൊരു ക്ലാഷ് വരുന്നത് മറ്റേ ഓണത്തിന്. ഇപ്രാവശ്യം നിവിൻ പോളിനെ തൂക്കിയിട്ടുണ്ട്. എന്തായാലും നിവിൻ പോളിക്ക്, അതായത് പുള്ളിയുടെ സേഫ് സോൺ ആയിട്ടുള്ള ഈ കോമഡി റോൾ ഉണ്ടല്ലോ, അതിൽ പുള്ളിക്ക് വേറൊരു കോമ്പറ്റീഷൻ ഇല്ലാതെ വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത കാലത്തൊന്നും വരുന്ന എനിക്ക് തോന്നുന്നില്ല അങ്ങനെ പുള്ളിക്ക് പറ്റിയൊരു കോമ്പറ്റീഷൻ. അതോ വരുമോന്ന് പോലും എനിക്കറിയില്ല. കാരണം ഇത് ഇങ്ങനെയൊക്കെ ആർക്കാ ചെയ്യാൻ പറ്റുക? ഈ ഒരു കോമഡി ടൈമിങ്, ആ ഒരു എന്താ പറയാ, ഒരു മുഖത്തുണ്ടാവുന്ന ആ എക്സ്പ്രഷൻസ് ഒക്കെ ഉണ്ടല്ലോ, ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഒക്കെ ഓരോ കോമഡി സീനിലും, അതൊക്കെ പറ്റൂ ഇനി ആരെ കൊണ്ടെങ്കിലും. അതൊക്കെ ഒരു പ്രത്യേക കഴിവ് തന്നെയാണ്. അതാണ് പുള്ളിക്കേ പറ്റൂ, പുള്ളി മാത്രമേ ചെയ്യാനുള്ളൂ. മലയാള സിനിമയിൽ മലയാള സിനിമയെന്നല്ല, പുറത്തേക്ക് നോക്കിയാലും പുള്ളി തന്നെ ഇത്തരം റോളൊക്കെ ചെയ്യാനുള്ളൂ. എന്ത് ഭംഗിയാണെന്ന് അറിയോ? അത് ഒരു നാട്ടുമ്പുറത്തുകാരൻ ചെറുപ്പക്കാരൻ മമിത ബൈജുവിന്റെ പിന്നാലെ നടക്കുന്നത് ഒക്കെ ഭയങ്കര രസമാണ്. എന്തായാലും തീർച്ചയായിട്ടും ഓണത്തിന് ഫാമിലി ആയിട്ടാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ഞാൻ ആദ്യം തന്നെ പ്രിഫർ ചെയ്യുക ബത്ലഹേം കുടുംബ യൂണിറ്റ് കാണാനാണ്. രണ്ട് സിനിമയും കണ്ട ഒരാളെന്ന നിലയ്ക്ക് ഞാൻ പറയാണ്. അപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്ക് പോവുകയാണെങ്കിലും കുടുംബമായിട്ട് പോവുകയാണെങ്കിലും ബത്ലഹേം കുടുംബ യൂണിറ്റിന് ആദ്യം പോവുക, ആ ഒരു മനസ്സൊന്ന് ഫ്രീ ആവും. അല്ലെങ്കിൽ ആദ്യം ഖലീഫയ്ക്ക് പോവുക. ഖലീഫ എന്തായാലും മിക്സഡ് ഒപ്പീനിയൻ ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ഇൻ കേസ് അങ്ങനെ കണ്ടവർക്ക് ഖലീഫ ആദ്യം കണ്ടിട്ട് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതിന്റെ ഒരു സങ്കടം തീർക്കാൻ ബത്ലഹേം കുടുംബ യൂണിറ്റ് വലിയൊരു ഗിഫ്റ്റ് ആയിട്ട് തന്നെ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ കണ്ടു നോക്കുക. നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കുറേ പേരും വീഡിയോസ് കാണുന്നത്. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ ബൈ, അടുത്ത വീഡിയോ ആയിട്ട് കാണാം.